ഹായ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ബാങ്കിൾ ബേസും അതേപോലെ തന്നെ ബീഡ്സും വെച്ചിട്ടൊരു ബാങ്കിളാണ് കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. അതിന് ഞാനിതാ നൈലോൺ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഈ നൈലോൺ ത്രെഡ് നമുക്ക് ഗയർ വയറൊന്നും കോർക്കുന്നത് പോലെ നമുക്ക് ഈസി ആയിട്ട് മുത്ത് കോർത്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതിനൊരു സൂചി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിൽ നമ്മളെ ബീഡ്സൊക്കെ ഒന്ന് കോർത്ത് വെക്കുകയാണ്. നമ്മൾ ബീഡ്സ് കുറേ കോർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാങ്കിളിൻ്റെ ഇതൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് എത്രയാണോ ബീഡ്സ് വേണ്ടത്, ഒരു ബാങ്കിളിൻ്റെ ആ റൗണ്ട് കവർ ചെയ്യാൻ എത്രയാണോ വേണ്ടത് അത്രയും ബീഡ്സ് മതി കേട്ടോ നമുക്ക്. നമുക്ക് ഇത്രയും മതി. എന്നിട്ട് അവിടെ നമുക്ക് നന്നായി ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ. ആ രണ്ട് എൻഡും വെച്ചിട്ട് നന്നായി ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. ഈ വീഡിയോയിൽ കാണും പോലെ ചെയ്യുക. ബാക്കിയുള്ള ബീഡ്സ് ഞാൻ ഒഴിവാക്കുന്നുണ്ട്. നമുക്ക് അത്ര ബീഡ്സിൻ്റെ ആവശ്യമില്ല കേട്ടോ. കുറച്ച് ലെങ്ത്തിൽ നൈലോൺ ത്രെഡ് എടുക്കാൻ നോക്കുക കേട്ടോ. കാരണം നമുക്കതൊക്കെ തുന്നിയെടുക്കാനുണ്ട്. ഈ ഒരു ഭാഗം നന്നായിട്ട് കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈർപ്പെടുത്താലും കുഴപ്പമില്ല, ഗയർ വയർ എടുത്താലും വലിയ കുഴപ്പമില്ല. പക്ഷെ നമുക്കൊന്നും കൂടെ ഒരു ഫ്ലെക്സിബിളായിട്ട് കിട്ടുക നൈലോൺ ത്രെഡ് യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. എന്നാലും നമുക്ക് മറ്റേതൊക്കെ യൂസ് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ ടൈറ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ കെട്ടിയെടുക്കാൻ. കുറച്ചൊന്ന് ലൂസായാലും കുഴപ്പമില്ല, നമുക്കത് തുന്നിയെടുക്കുമ്പോഴത്തേക്കും നല്ല ടൈറ്റ് ആവും കേട്ടോ. ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഒരു സൂചി, അതായത് നമ്മളുടെ മറ്റേ ഭാഗത്ത് നമ്മൾ സൂചി കോർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബേസിൻ്റെ അടിയിൽ നിങ്ങൾ കാണും കുറേ ഹോൾസ് ഇട്ടുണ്ടാവും. ഈ ത്രെഡും അതേപോലെ തന്നെ ഈ ഹോൾസും ഒരേ ലെവലിലാക്കിയിട്ട് ഞാൻ ആ ഒരു ഹോൾസിനുള്ളിൽ കൂടെ ത്രെഡ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ത്രെഡ് അടുത്ത ഹോളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാനിതാ പുറത്തോട്ടേക്ക് അടുത്ത ഹോളോടെ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് അതേ ഹോൾസിലേക്ക് തന്നെയാണ് ഇട്ടിടുന്നത് ഇനിയും. അതായത് നമ്മളുടെ ഇപ്പോൾ ഒരു ലെഫ്റ്റ് സൈഡിലേക്കാണ് ഈ ഒരു ത്രെഡ് നിൽക്കുന്നതെങ്കിൽ അതെന്ത് ചെയ്യുക, ഒന്ന് ക്രോസ് ആക്കി പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അടുത്ത അതേ ഒരു ഹോൾസിലൂടെ തന്നെ ഞാൻ കണ്ടില്ല, ഈ ഒരു സൈഡിലാണ് ശരിക്കും നമ്മുടെ ത്രെഡ് വന്നത്. ഇത് ആ അപ്പുറത്തെ സൈഡിൽ കൂടെ വെച്ചിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കണം കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇനി വീണ്ടും നമുക്കത് അടുത്ത ഹോളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതതുപോലെ ക്രോസായിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് ഇടുക. അതായത് നമ്മളിപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് എന്നുള്ളത് തിരിച്ചിങ്ങോട്ടാക്കിയിട്ട് താഴോട്ട് കൂടെ ഇടാം. അങ്ങനെ ആകുമ്പം ഇതെന്താവും, താഴോട്ടേക്ക് ഇങ്ങനെ ടൈറ്റായി നിന്നോളൂ കേട്ടോ. ഇങ്ങനെ നമുക്ക് ഈ ഒരു ബാങ്കിൾ ചുറ്റും ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇത് ചെയ്യുമ്പോൾ നന്നായി ടൈറ്റാക്കിയിട്ട് വലിച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതാ ചുറ്റും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ സ്റ്റിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കെട്ടിക്കൊടുക്കൂലേ, അതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു അടിയിലുള്ള നമ്മൾ ആദ്യം തുന്നിയ കുറച്ച് നൂലിൻ്റെ ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള പീസസ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ നൈലോൺ നമുക്ക് അതുപോലെ തന്നെ ഈർപ്പൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് അഴിഞ്ഞു പോകുന്നൊരു സ്വഭാവം കാണാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു ഭാഗത്തേക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഗം ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ ഈ ഒരു ബാങ്കിളിന് ഈ ഹോൾസ് വരുന്നത് ഭയങ്കര വിട്ടിട്ടാണ്. അത് ചെറിയ ബാങ്കിളാട്ടോ, ചെറിയ സൈസ് ബാങ്കിളാണ്. വലിയ സൈസ് ബാങ്കിളിനൊക്കെ അടുത്തടുത്ത് ഹോൾസ് വരും. അപ്പം ഇങ്ങനെ എൻ്റെത് കണ്ടില്ലേ, ഒരു വിട്ട് നൂലിങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ അത് വലിയ ബാങ്കിളിലേക്ക് അങ്ങനെ വരില്ല കേട്ടോ. ഞാൻ എന്നിട്ട് അതൊക്കെ എന്ത് ചെയ്യാണ്, ചുറ്റും ഒന്ന് ഗം വെച്ചിട്ട് അതിമേലേക്കൊന്ന് പറ്റിച്ച് എടുക്കുകയാണ് കേട്ടോ. മാത്രമല്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് വിട്ടുവരിക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല കേട്ടോ. ഒന്നുകൂടെ സേഫ്റ്റി ആവും. ഇതാണ് നമുക്ക് കിട്ടിയ ഫൈനൽ ലുക്ക്. ഇതുപോലെ ഒരുപാട് വെറൈറ്റി ടൈപ്പ് ബാങ്കിൾ ബേസ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ബീഡ്സ് യൂസ് ചെയ്യാം. ഈ ഒരു ബാങ്കിൾ ബേസിന് സ്യൂട്ടായ ബീഡ്സ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക, അത്രമാത്രം ശ്രദ്ധിച്ചാൽ.